എൻട്രി ബാരിയർ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഒരു സെക്ടറിലോട്ട് പുതുതായിട്ട് കടന്നു വരാൻ തന്നെ കമ്പനികൾക്ക് ഉണ്ടാകുന്ന സാധ്യത ഉണ്ടാകുന്ന ചില റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പൊ ആ റെസ്ട്രിക്ഷൻസിനെ നമ്മൾ ബ്രോഡ് ആയിട്ട് നമ്മൾ എൻട്രി ബാരിയർ എന്ന് വിളിക്കും. അപ്പൊ ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്കും ചില സമയത്ത് ഈ റെഗുലേഷൻസ്, എക്സസ് ആയിട്ടുള്ള റെഗുലേഷൻസ് തന്നെ ഈ പറഞ്ഞ ഒരു എൻട്രി ബാരിയർ ആയിട്ട് വർക്ക് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഹെൽത്ത് കെയർ എന്നൊരു മേജർ സെക്ടറിന്റെ കാര്യം എടുക്കാം. ഇപ്പൊ ഹെൽത്ത് കെയറിൽ തന്നെ ഇപ്പൊ രണ്ട് സെക്ടറിൽ സബ് സെക്ടർ നോക്കിയാൽ ഹോസ്പിറ്റൽസ് ഒരു സെക്ടറാണ്, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്സ് ഒരു സെക്ടറാണ്. അപ്പൊ ഡയഗ്നോസ്റ്റിക്സിനേക്കാളും കൂടുതൽ എൻട്രി ബാരിയർ ഉള്ള ഒരു ബിസിനസ് ആണ് ഹോസ്പിറ്റൽസ്. അപ്പോൾ ഹോസ്പിറ്റൽസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി റെഗുലേഷൻസ് കുറെ കൂടെ ടൈറ്റ് ആണ്. അപ്പൊ അവിടെ റെഗുലേഷൻ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഡയഗ്നോസ്റ്റിക്സിനേക്കാളും എൻട്രി ബാരിയർ കൂടിയ ബിസിനസ് ആണ് ഈ ഹോസ്പിറ്റൽ എന്ന രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ടൈം ഒരു എൻട്രി ബാരിയർ ആകാം. ഇപ്പൊ ഒരു കോപ്പർ മൈനിങ് കമ്പനി അല്ലെങ്കിൽ ഒരു നോൺ ഫെറസ് ആയിട്ടുള്ള ഒരു മൈനിങ് കമ്പനി നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ ഒരു മൈനിങ് ലൈസൻസ് കിട്ടാൻ അപ്ലൈ ചെയ്തിട്ട് അത് മൈനൊക്കെ സെറ്റപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 10 വർഷമാകും, 10-12 വർഷം ആകുമ്പോഴത്തേക്ക് അത്രയും കാലം കാത്തിട്ട് കിടക്കേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ട് കൂടുതൽ കമ്പനീസ് ആ ഒരു റൂട്ട് പ്രിഫർ ചെയ്യാൻ താല്പര്യപ്പെടത്തില്ല. അവിടെ ടൈം എന്നൊരു ഫാക്ടർ അവിടെ ഒരു എൻട്രി ബാരിയർ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഈ ടൈം എന്ന എൻട്രി ബാരിയറിന് ചില കേസിൽ, ചില ഡിസ്കഷൻസിൽ ടൈം ഔട്ട് ആയിട്ടൊക്കെ ചർച്ച ചെയ്യാറുണ്ട്.